ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഒരു കാര്യം ശരിയായിട്ട് ചെയ്താൽ ഒരു നിമിഷം കൊണ്ട് തന്നെ ഈശ്വരാനുഭവം ഉണ്ടായി വരും. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പുറകിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ ഒരു പ്രത്യേക ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, യോഗവിദ്യയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ കുറേ ആത്മീയമായ രഹസ്യങ്ങൾ, നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വീടിൻ്റെ പൊക്കത്തെക്കുറിച്ച്, പൊക്കമുള്ള വീടുകൾ, അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ വീഡിയോ മുഴുവൻ സശ്രദ്ധം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങും. കാരണം ഞാൻ എൻ്റെ എത്രയോ ആത്മീയ വഴികളിൽ, ഇപ്പം ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം സ്വീകരിച്ചതാണ്, ശിവവിദ്യ ചെയ്യുന്നതാണ്, ആത്മീയമായ പല കാര്യങ്ങളും വിദ്യകളും ചെയ്യുന്നതാണ്. പ്രാണായാമത്തെക്കുറിച്ച് ചില രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ എത്രയോ എൻ്റെ ജീവിതത്തിലെ എത്രയോ നാളത്തെ അനുഭവങ്ങളും പരിശ്രമങ്ങളും ഞാൻ കണ്ട ദിവ്യന്മാരായ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ രഹസ്യങ്ങളും ഒക്കെയായി പറഞ്ഞു തരാൻ പോകുന്നത്. ഇതുപോലൊരു വീഡിയോ ഇനി ഒരിക്കലും ഉണ്ടാകില്ല. എന്നുവെച്ചാൽ വീഡിയോ ചെയ്യത്തില്ലെന്നല്ല അർത്ഥം. ഇതുപോലെ രഹസ്യങ്ങളുള്ള ഒരു വീഡിയോ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ മിസ്സ് ചെയ്യരുത്. ഇത് മിസ്സ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. വീഡിയോ മുഴുവൻ കാണണം. അറ്റവും മൂലം കേട്ടിട്ട് ഒന്നും ചെയ്യാൻ പോകരുത്. ആദ്യം പറയുന്ന കാര്യം കേട്ടിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ മുഴുവൻ കാണണം. ഒരുപാട് ആത്മീയമായ ജീവിതം മാറ്റുന്ന രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങളിത് മുഴുവൻ കാണണം. ഇത് ആർക്കും നഷ്ടപ്പെടരുത്. അതിനു വേണ്ടിയാണ്. ഇത് ശിവപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും ഫ്രീ ആകുമ്പോൾ മാത്രമേ റിപ്ലൈ തരാൻ സാധിക്കത്തുള്ളൂ. വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. വാട്സപ്പിൽ ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക, ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം, ഇത് മൂന്നുമാണ് പരിശോധിക്കുന്നത്. അപ്പം ഇപ്പം കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പഴയ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. അപ്പോൾ ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ശരിയായിട്ട് മനസ്സിലാക്കിയാൽ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ തുടങ്ങി എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ജീവിതത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ ഈശ്വരനെ അനുഭവിക്കും. അതിന് ചെയ്യേണ്ട ലളിതമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം പറയുന്നത്, ഇത് മൊത്തം കേൾക്കണം കേട്ടോ. ആദ്യം കേട്ടുകൊണ്ട് ഒരുപാട് രഹസ്യങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. കണ്ണിൻ്റെ ചില രഹസ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രാണായാമത്തിൻ്റെ. അപ്പം ആദ്യം പറയുന്നത് ദാനം. അപ്പം നിങ്ങൾ വിചാരിക്കും, എടാ ദാനം ഇതെല്ലാവരും പറയുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വല്ലപ്പോഴുമൊക്കെ ചെയ്യുന്നതാണ്, ഇതിൻ്റെ അകത്ത് തന്നെ ഇത്ര വലിയ കാര്യമിരിക്കുന്നത്. കാര്യമുണ്ട്, ഒരുപാട് കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റാൻ ഈ ദാനത്തിന് കഴിയും. അപ്പോൾ ആ ദാനത്തിൻ്റെ ചില രഹസ്യങ്ങളാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞ് പ്രാണായാമം, കണ്ണിൻ്റെ ചില വിദ്യകളൊക്കെ പറഞ്ഞുതരാം. അപ്പം ദാനത്തിൻ്റെ രഹസ്യമാണ്. ദാനം ചെയ്യേണ്ടത് എങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത്? നമ്മളുടെ ഉള്ളതിൽ നിന്ന് നമ്മൾ ഇല്ലായ്മക്കാരാണ്. എന്താണോ ഉള്ളത് അതിൽ നിന്ന് സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ ദാനം ചെയ്യണം. നമുക്കെല്ലാം ഉണ്ടായിട്ട് ദാനം ചെയ്യാൻ ഒരിക്കലും നടക്കത്തില്ല. അതല്ല ദാനം. നിങ്ങൾക്കിപ്പോൾ എന്തോ ഉണ്ടോ, ഇല്ലായ്മക്കാരായിരിക്കാം, ഉള്ളതിൽ നിന്ന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു വിഹിതം അർഹരായവർക്ക് വേണം. ന്യായമായ അർഹരായവർക്ക് നിങ്ങൾ പൂർണ്ണ മനസ്സോടെ, യാതൊരു ഫലവും ഇച്ഛിക്കാതെ, യാതൊരു ഫലവും ആഗ്രഹിക്കാതെ, നിഷ്കാമമായിട്ട് പൂർണ്ണ മനസ്സോടെ ദാനം ചെയ്യണം. അങ്ങനെ ദാനം ചെയ്താൽ അതെന്തൊക്കെ ചെയ്യാം? വസ്ത്രം വേണ്ട നിങ്ങൾക്ക് ദാനം ചെയ്യാം, നിങ്ങൾക്ക് അരി ദാനം ചെയ്യാം, അല്ലെ ആഹാരത്തിനുള്ള വക ദാനം ചെയ്യാം, അല്ലെ ആഹാരം മേടിച്ചു കൊടുക്കാം,
അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഫീസ് അടയ്ക്കാനില്ലെങ്കിൽ ആ ഫീസ് അടയ്ക്കാം. അല്ലെങ്കിൽ ഒരാൾ കുട്ടിയെ കെട്ടി കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഏതെങ്കിലും സഹായങ്ങൾ ചെയ്യാം. ആശുപത്രി മരുന്ന് മേടിക്കാൻ ഇല്ലാത്തവർക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാം. അങ്ങനെ സഹായം എവിടെ ആവശ്യമുണ്ടോ, ആവശ്യമില്ലാത്തടത്ത് പോയി ചെയ്യരുത്. ശ്രദ്ധിച്ച് കേട്ടോണം, ആവശ്യമില്ലാത്തടത്ത് പോയി ചെയ്യരുത്. നമ്മളിലേക്ക് വരുന്ന ചില കാര്യങ്ങളും നമ്മുടെ കൺമുന്നിലേക്ക് വരുന്ന ചില കാര്യങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം സഹായം ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ദാനം ചെയ്യണം. ഈ ദാനം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? പൂർണ്ണ മനസ്സോടെ ദാനം ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധമാകും. അതുപോലെ മനസ്സിൽ ഒരു പെട്ടെന്ന് ശുദ്ധി വരുന്ന മറ്റു കാര്യങ്ങളില്ല എന്ന് തന്നെ പറയാം. പെട്ടെന്ന് മനസ്സിൽ ശുദ്ധി വരും. നമ്മളൊന്നും ആഗ്രഹിക്കാതെ പൂർണ്ണ മനസ്സോടെ ഒരാൾക്ക് ഒരു നേരത്തേക്കുള്ള ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഉള്ളതിൽ നിന്ന് എല്ലാം ഉണ്ടായിട്ട് ചെയ്യാനിരിക്കരുത്. അത് ദാനമല്ല. അത് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാകാൻ വേണ്ടി ഒരു ചെറിയ വിഹിതം കൊടുത്ത് ഈശ്വരനെ തൃപ്തിപ്പെടുത്തി ഒരു ടെക്നിക്കിലൂടെ വീണ്ടും പണം ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ള രീതിയാണ്. അതല്ല ഞാൻ പറയുന്നത്. ഇല്ലായ്മയിൽ ഉള്ളതിൽ നിന്ന് ദാനം ചെയ്യണം. സ്വന്തം വിയർപ്പ് തുള്ളിയിൽ നിന്ന് ദാനം ചെയ്യണം. അങ്ങനെ ദാനം ചെയ്യണം. മറ്റൊരാളുടെ മുതലെടുത്ത് ദാനം ചെയ്യരുത്. മറ്റൊരാളുടെ പൈസ എടുത്ത് ദാനം ചെയ്യരുത്. ഒരു കാര്യമില്ല. നിങ്ങളൊരു നോക്കി നടത്തിപ്പുകാരനാണെങ്കിൽ പോലും മറ്റൊരാളുടെ പൈസ എടുത്ത് ദാനം ചെയ്യുന്നതല്ല ദാനം. നിങ്ങളുടെ വിയർപ്പ് തുള്ളിയുടെ ഒരംശം ഒന്നും ഫലം ഇച്ഛിക്കാതെ ഉള്ളതിൽ നിന്ന്, നിങ്ങൾക്കുള്ളതിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ദാനം ചെയ്യണം. ആ ദാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ദാനം ഈശ്വരീയമാണ്. അത് ചെയ്താൽ നിങ്ങൾ ഈശ്വരനെ അറിയും. നീ ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശുദ്ധമായ ഒരു സന്തോഷം ഉണ്ടായി വരും, ശുദ്ധ ബോധമുണ്ടായി വരും, ഒരു നന്മയുടെ ഒരു സംതൃപ്തി നിങ്ങൾ അനുഭവിക്കും. അത് ഈശ്വരനാണ്. ആ നിമിഷം തന്നെ ഈശ്വരനെ അറിയാൻ പറ്റും. ഒരു നിമിഷം പോലും വേണ്ട. അപ്പോൾ ഈ ദാനം ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ശുദ്ധി ഉണ്ടാകും, നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാകും. ആ സംതൃപ്തി ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം, അവിടെ ഒരു വലിയ കാര്യം നടക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന പരാജയ ചിന്തകളും നിരാശകളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നമ്മുടെ മനസ്സിൽ അതെല്ലാം ഉണ്ട്. അതെല്ലാം പെട്ടെന്ന് ശുദ്ധീകരിക്കും, നമ്മളിൽ നിന്ന് പോകും. നമ്മുടെ മനസ്സ് ശാന്തമാകും, ശുദ്ധമാകും. നമ്മുടെ ഉള്ളിലെ ആ ശുദ്ധീകരിക്കൽ പ്രക്രിയ നടക്കും. അപ്പോൾ നമ്മൾ ഈശ്വരബോധവുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും, ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. മനസ്സിലൊരു വല്ലാത്ത ശാന്തി, മനസ്സിലൊരു സന്തോഷം. ഈ ദാനം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല. ശ്രദ്ധിച്ച് കേട്ടോണം, വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല. വേറെ എന്തു ചെയ്താലും, നിങ്ങൾ എത്ര പ്രാർത്ഥന ചെയ്താലും, എത്ര ജപം ചെയ്താലും, എന്ത് ചെയ്താലും അർഹനായ ഒരാൾക്ക് അർഹമായ ഒരു സമയത്ത് ഒരു അത്യാവശ്യക്കാരന് ഒരു ന്യായമായ ഒരു കാര്യം നിങ്ങൾ സത്യസന്ധമായി ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങളുടെ വിയർപ്പതുള്ളിയുടെ ഒരു അംശത്തിൽ നിന്ന് ദാനം ചെയ്യുന്ന ആ സന്തോഷം ജീവിതത്തിൽ വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല. കാരണം ആ സന്തോഷം ഈശ്വരനാണ്. അത് ഈശ്വരീയമായ ഒരു അനുഭവമാണ്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരൻ തന്നെയാണ്. അത് വേറെ ഒന്നിനും കിട്ടത്തില്ല. ഇങ്ങനെ ഒരു ദാനങ്ങൾ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഉള്ളിലൊരു ശുദ്ധബോധം, സന്തോഷം, അതിനെ ദിവ്യമായ സ്നേഹം, അത് ഈശ്വരനാണ്, ഉള്ളിൽ തെളിയും. ആ ദിവ്യമായ സ്നേഹം ഈശ്വരൻ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സഹജീവികളോട് ഉണ്ടാകുന്ന ആ ദിവ്യമായ സ്നേഹം ഈശ്വരൻ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ. അത് സത്യമായിട്ടുള്ള ഈശ്വരനാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ മാത്രം ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഈ ദാനത്തിന് നിങ്ങളുടെ ഉള്ളിലെ വെറുപ്പ്, അസൂയ, നിങ്ങളുടെ പരാജയബോധങ്ങൾ, നിങ്ങളുടെ നഷ്ടബോധങ്ങൾ, നിരാശ, ഇതൊക്കെയാണ് നിങ്ങളുടെ കർമ്മദോഷങ്ങൾ. അതിനെയെല്ലാം ശുദ്ധീകരിച്ച് നിങ്ങളുടെ കർമ്മദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ വിജയിക്കും. ഇതൊരു നല്ല രീതിയിലുള്ള ദാനങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന തൊഴിലായിക്കോട്ടെ, ഈശ്വരൻ നിങ്ങളെ വലിയ നിലയിലെത്തിക്കും. യാതൊരു സംശയം വേണ്ട. ഞാൻ ഈ പറയുന്നത് എൻ്റെ ഓരോ ശരീരത്തിലെ ഓരോ പരമാണുവിലും ആ പൂർണ്ണമായ ആ ഈശ്വരൻ എന്നുള്ള ചിന്തയിൽ സത്യസന്ധമായ കാര്യമാണ് ഈ പറയുന്നത്. ഇത് നിങ്ങളുടെ ജ്യോതി ഏറ്റവും പരിവർത്തനം വരുത്തുന്ന കാര്യമാണ്. ഞാൻ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമിനിറ്റ് എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് കണ്ണിൻ്റെ വിദ്യയിലേക്ക് വരാം. അതായത് ഞാൻ
നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ പഠിപ്പിച്ച് വച്ചിരിക്കുന്നത് ആർക്കും ഒന്നും കൊടുക്കരുത്, കൊടുത്താൽ കുറഞ്ഞു പോകും. നീ നിനക്ക് വേണ്ടിയെല്ലാം സമ്പാദിക്കണം, നിനക്ക് വേണ്ടി ജീവിക്കണം, നീ മറ്റുള്ളവരെക്കാട്ടിയും വലിയവനാകണം, മറ്റുള്ളവരെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാട്ടിയും സമ്പന്നനാകണം. ഇതൊക്കെയാണ് ചെറുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നത്. അതുകൊണ്ട് വരുന്ന കുഴപ്പം എന്നാണെന്നറിയോ? നമ്മൾ വളർന്നു വരുമ്പം, അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ആരും വളർന്നു വരുമ്പം അവർ ചിന്തിക്കുന്നത് എല്ലാം അവർക്ക് വേണ്ടിയാണ്, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് എല്ലാം ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. സഹജീവികളോടും ഒന്നും സ്നേഹം കാണത്തില്ല, ഈശ്വരനോട്, പ്രകൃതി, ഇങ്ങനെയുള്ള ചിന്തകളോ ബോധങ്ങളോ ഒന്നും കാണത്തില്ല. അങ്ങനെ വളർന്നു വരുന്ന തലമുറകൾ ആ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അപ്പനെ അമ്മയൊന്നും നോക്കണമെന്നില്ല. അപ്പം നമ്മളെ ചെറുപ്പത്തിൽ മക്കളെ അമ്മമാർ അല്ലെ അച്ഛന്മാർ പഠിപ്പിക്കണം, ദാനം ചെയ്യുന്നതിൻ്റെ മഹത്വം പഠിപ്പിക്കണം. അപ്പോഴാണ് അവരുടെ ഉള്ളിൽ സഹജീവികളോട് സ്നേഹമുണ്ടാകുന്നത്, പ്രകൃതിയോട് സ്നേഹമുണ്ടാകും, ചുറ്റുപാടുകളോട് സ്നേഹമുണ്ടാകും, ഈശ്വരനോട് സ്നേഹമുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും അവർ ഉയരുന്നതോടൊപ്പം അവരുടെ വീടിനെ, സമൂഹത്തിനെ ഒക്കെ വളരെ തണലായി മാറും അങ്ങനെയുള്ള കുട്ടികൾ. അപ്പം അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് ചെറുപ്പത്തിൽ നമ്മുടെ വീടുകളിലും ഒക്കെ ഈ ദാനം ചെയ്യരുത് എന്നൊക്കെയാണ്, ആർക്കും ഒന്നും കൊടുക്കരുത്, നീയും എല്ലാം സമ്പാദിക്കണം, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ എല്ലാവരെ പോലും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ചെറുപ്പത്തിൽ. പക്ഷേ നമ്മൾ ഈ കുറേ പ്രായമായി, നമ്മൾ ക്രിയായോഗയിലേക്കൊക്കെ വന്നു, അങ്ങനെയൊക്കെ വന്നു, ആ ഒരു ആത്മശുദ്ധീകരണം നടന്നപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരബോധം ഉണ്ടായത്. ആ അനുഭവത്തോടെയാണ് നിങ്ങൾക്ക് ഞാൻ ഓരോന്നും പറഞ്ഞു തരുന്നത്. ഇനിയുള്ളവരെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴറിയുന്നവരെങ്കിലും ഇനി ആ നല്ല ഈശ്വരനെ അനുഭവിക്കണം, ഈശ്വര ബോധത്തിലേക്ക് വരണം, അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ഒരു ജോലി ചെയ്യുമ്പോൾ, അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുമ്പോൾ ഞാൻ വളരെ കഷ്ടപ്പാടിലും ദുരിതത്തിലും മാനസികമായി വളരെ വല്ലാത്ത ഒരു മാനസിക ദുരിതവും എല്ലാ തരത്തിലും ദുരിതവും ഉണ്ടായിരുന്നു, ടെൻഷനും ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ആ കാലത്താണ് അവിടെ ഞങ്ങളുടെ കടയിൽ ശനിയാഴ്ച ഒരു അമ്മ വരും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ശനിയാഴ്ച ഒരു അമ്മ വരും. കാരണം ഇത് കുറേ പ്രാണായാമം, കണ്ണിൻ്റെ വിദ്യകളൊക്കെ പറഞ്ഞു തരാറുണ്ട്, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ശനിയാഴ്ച ഒരു അമ്മ വരും. ആ അമ്മയ്ക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള 10 രൂപ ആയിക്കോട്ടെ, 10 രൂപ അല്ലെങ്കിൽ 20 രൂപ ആയിക്കോട്ടെ, 20 രൂപ അല്ലെങ്കിൽ 30 രൂപ ആയിക്കോട്ടെ, ചില ദിവസങ്ങളിൽ എൻ്റെ കയ്യിൽ എനിക്ക് എന്നാത്തെങ്കിലും ഒരു പൈസയാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ എടുത്താൽ കൊടുക്കും. കാരണം ഒരു അമ്മ വരും, ആ അമ്മ ഒരു പാവ അമ്മയാണ്, ആ അമ്മയെ സഹായിക്കാൻ ആരുമില്ല, ആ അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള അല്ലെങ്കിൽ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന ഇങ്ങനെ ഞാൻ ഒരു വർഷത്തോളം ഞാൻ ചെയ്തു. അത് ഞാൻ ചെയ്തു ഒന്നിനും വേണ്ടിയല്ല, എനിക്ക് ഒരു നന്ദി പ്രകടനമോ അല്ലെ ഒന്നിനും വേണ്ടിയല്ല. ഞാൻ ആ സന്തോഷത്തോടെയാണ്, ആ അമ്മയ്ക്ക് ഒരു നേരമെങ്കിലും നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ഞാനങ്ങനെ ചെയ്തു. അത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സുഹൃത്ത് ജോലി നിർത്തി പോയപ്പം ഈ അമ്മയ്ക്ക് അറിയത്തില്ല ആ സുഹൃത്ത് അവിടെ നിന്ന് പോയെന്ന്. അവരവിടെ നോക്കി നിൽക്കും, അപ്പം മറ്റാരും കൊടുക്കത്തില്ല. അപ്പം ഞാൻ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയത്. അല്ല ആദ്യമേ ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. കാരണം നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ദാനം ചെയ്തായിട്ട് നഷ്ടപ്പെടുമെന്നോ, നിനക്ക് വേണ്ടി എല്ലാം സമ്പാദിക്കണമെന്നോ എന്നൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഒരു സംഭവമാണ്, അങ്ങനെയാണ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് അമ്മയോടൊരു വിഷമം തോന്നി, ഞാനങ്ങനെ കൊടുത്ത് ശീലിച്ചതാണ്. ഇത് ഒരു കൊല്ലത്തോളം കൊടുത്തു കഴിഞ്ഞപ്പം ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി. ഈശ്വരൻ ഒരുപാട് നല്ല കാര്യങ്ങൾ എന്നിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈശ്വരനെ അറിഞ്ഞു, ഞാൻ ക്രിയായോഗ ഗുരുവിൽ നിന്ന് അഭ്യസിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരുപാട് ധ്യാനങ്ങളെ, പ്രാണായാമങ്ങളെ, ആത്മീയമായ അനുഭവങ്ങളെ, ശിവാനുഭവങ്ങളെ, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. നല്ല ഗുരുക്കന്മാരെ, നല്ല വിദ്യകളെ, ഒരുപാട് സത്യമായ വിദ്യകൾ എനിക്ക് കിട്ടി. അതെല്ലാം ആ ദാനത്തിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഞാൻ ഹസ്തരേഖയിലേക്ക് പൂർണ്ണമായിട്ടും ജോലി വിട്ടിട്ട് വന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഉറങ്ങുന്ന ഒരു 8 മണിക്കൂർ ഒഴിച്ച് ബാക്കി ഫുൾ ടൈം എനിക്ക് വർക്കുണ്ട്. ചെയ്യാൻ പറ്റാത്ത കുഴപ്പമുള്ളൂ. അതുപോലെ വർക്കുകൾ ഇങ്ങനെ വന്ന് കിടക്കുക. എൻ്റെ കഴിവൊന്നുമല്ല. അപ്പം അതെല്ലാം ദാനത്തിൻ്റെ ഒരു മഹത്വമാണ്. നിങ്ങൾ ദാനം ചെയ്തു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നന്മകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ മക്കൾ മോശമാകത്തില്ല. നിങ്ങളെ ഒരിടത്തും അനാഥമായിട്ട് ആരും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. നിങ്ങളെ ആരെങ്കിലും സഹായിക്കാൻ കാണും. പൂർണ്ണ മനസ്സോടെ ദാനം ചെയ്തു. ദാനം പോലെ ഈശ്വരാനുഭവം ഉള്ളിൽ ഉണ്ടാകുന്ന വേറൊരു കാര്യം ഇല്ലാന്ന് തന്നെ പറയാം. കാരണം പെട്ടെന്ന് ആ മനസ്സിൽ ആ സന്തോഷം ഉണ്ടാകും. അതുപോലെ വേറൊരു കാര്യമില്ല. ഏറ്റവും ആത്മശുദ്ധീകരണമാണ് ദാനം ചെയ്യുന്നതിലൂടെ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നത്. ഇനി കണ്ണുകളുടെ ചില രഹസ്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
അപ്പോൾ ഈ കണ്ണുകൾ ചലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതുപോലെ ഈ ചിന്തകളും വരുന്നുണ്ട്. ഈ ചിന്തകൾക്കനുസൃതമായിട്ടാണ് കണ്ണുകൾ ചലിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ചിന്തകൾ, ഇഷ്ടംപോലെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് വീണ്ടും സാധനം വെക്കാൻ നോക്കിയാൽ നടക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഓരോ സെക്കൻഡിലും കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യുന്നതനുസരിച്ച് പല പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചിന്തകൾ ഉള്ളിടത്തോളം കാലം പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളുക, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നടക്കത്തില്ല. അപ്പം മനസ്സിലെ ഈ ചിന്തകൾ മാറുക എന്നുള്ളതാണ്. അതിന് രണ്ട് രീതിയിൽ അത് മാറ്റാം. യോഗിമാർ അല്ലെ മഹർഷീശ്വരന്മാരൊക്കെ ചെയ്തിരുന്ന ഒരു വിദ്യ ഞാൻ പറയാം, അത് നിങ്ങൾ ചെയ്യേണ്ട, അറിവിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. രണ്ടാമത് പറയുന്ന വിദ്യ നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം പറയുന്നത് മഹർഷീശ്വരന്മാർ ഈ കണ്ണിൻ്റെ ചലനം അവർ ഒരു നിയന്ത്രിക്കാൻ വേണ്ടി അവർ ഈ ശാംഭവി മുദ്ര ചെയ്തിരുന്നു. ശാംഭവി മുദ്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മേലോട്ട്. അങ്ങനെയാണ് അവർ യോഗവിദ്യകൾ പ്രാണായാമമൊക്കെ അഭ്യസിച്ചിരുന്നത്. മുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഈ കണ്ണിൻ്റെ ചലനം നിന്ന് കഴിയുമ്പോൾ മനസ്സ് ശൂന്യമാകും. ആ ശൂന്യമാകുമ്പോൾ നമ്മുടെ മനസ്സിലെ എല്ലാവിധ ഒരു വിഷമങ്ങളും, മനസ്സ് ശൂന്യമായി കഴിയുമ്പോൾ മനസ്സിലൊന്നുമില്ല. അപ്പോൾ മനസ്സിലെ എല്ലാ നമ്മുടെ ചെറുപ്പകാലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുൻപുണ്ടായ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അതെല്ലാം നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന എല്ലാം ബ്ലാങ്ക് ആകും. അതൊരു ശുദ്ധീകരണം തന്നെയാണ്. അപ്പോൾ പുതിയ ചിന്തകളെയും പുതിയ ആശയങ്ങളെയും ഈശ്വര അനുഭവങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. ഇനി ഇതൊരു വിദ്യ. രണ്ട്, ത്രാടകം എന്ന ഒരു വിദ്യയിലൂടെ നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ച് ആ മെഴുകുതിരിയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഏകാഗ്രമായി ആ ദീപനാളത്തെ നോക്കുക. അപ്പോഴുണ്ടാകുന്ന ഒരു കാര്യം, നമ്മൾ ഒരു സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം, മറ്റു ചിന്തകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാകും. അപ്പം നമ്മുടെ മനസ്സ് ബ്ലാങ്ക് ആകും. അപ്പം ഇതെങ്ങനെ ശ്രദ്ധിക്കണം? നമ്മുടെ ഒരു കഥയ്ക്കകത്ത് അർജുനൻ്റെ ഒരു കഥയുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ദ്രോണർ ചോദിക്കുന്നുണ്ട് അർജുനനോട്, പക്ഷിയെ അമ്പെയ്യുമ്പോൾ നീ എന്തൊക്കെ കാണുന്നു? അപ്പോൾ അർജുനൻ പറയും, പക്ഷിയുടെ തല മാത്രമേ കാണുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ത്രാടകം ചെയ്യുമ്പോൾ മെഴുകുതിരിയുടെ ഈ നാളം, ഈ പ്രകാശം അല്ലെങ്കിൽ മെഴുകുതിരി നാളത്തെ മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ, വേറൊന്നും ശ്രദ്ധിക്കരുത്. ബലം പിടിച്ചൊന്നും ഇരിക്കേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂളായിട്ടിരുന്ന് നോക്കിയാൽ മതി. അല്ലാതെ കണ്ണിന് ബലമൊന്നും കൊടുക്കണ്ട, സാധാരണ രീതി. അങ്ങനെ ഈ ത്രാടകത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ത്രാടകം പ്രാക്ടീസ് ചെയ്താൽ മനസ്സ് ഏകാഗ്രമാകും, മനസ്സിലെ ശുദ്ധീകരിക്കപ്പെടും, മനസ്സ് ബ്ലാങ്ക് ആകും. ബ്ലാങ്ക് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നിരാശാബോധം, ഭയം, ആകുലത, ഇങ്ങനെയുള്ള ഇതെല്ലാം പോകുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. അത് കഴിയുമ്പോഴാണ് നമ്മളൊരു പ്രാർത്ഥന ചൊല്ലിയാൽ പോലും ഫലമുണ്ടാകുന്നത്, നമ്മളൊരു തൊഴിൽ ചെയ്താൽ പോലും നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. ഇനിയും പറയുന്നത്, നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാവിലെ 4 മണിക്കും 5 മണിക്കും ഇടയിൽ എഴുന്നേൽക്കാൻ പഠിപ്പിക്കണം. ഏറ്റവും പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. എന്തിനാണ് 4 മണിക്കും 5 മണിക്കും ഇടയിൽ എഴുന്നേൽക്കാൻ പഠിപ്പിക്കുന്നത്? പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പല രീതിയിൽ ശരീരത്തിൽ ഊർജം സ്വീകരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മൂക്കിൽ കൂടി, ശ്വസനത്തിൽ കൂടി ഊർജം സ്വീകരിക്കുന്നു. അങ്ങനെ ആഹാരത്തിൽ കൂടി ഊർജം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ത്വക്കിൽ കൂടെ നമ്മൾ ഊർജം സ്വീകരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നല്ല ഒരു കാറ്റ് കൊള്ളുന്ന ഒരു കടൽ തീരം, അല്ലെങ്കിൽ നല്ല പ്രകൃതി രമണീയമായ നല്ല കാറ്റുള്ള ഒരു സ്ഥലത്ത് അവിടെ പോയി നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഭയങ്കര ഒരു സുഖാനുഭവം, ഒരു കൂളിംഗ് അനുഭവപ്പെടും. കാരണം നമ്മൾ മൂക്കിൽ കൂടി സ്വീകരിക്കുന്ന ഊർജത്തോടൊപ്പം നമ്മുടെ ത്വക്കുകളിൽ കൂടെ ആ കാറ്റിൽ നിന്ന് ഊർജം നമ്മുടെ ആ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഊർജം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു ശാന്തി, നല്ല കുളിർമ ഉള്ളിലുണ്ടാകുന്നത്. ഈ ഒരു അനുഭവം തന്നെ ഈ പുലർച്ചെ എഴുന്നേറ്റാലും ഉണ്ടാകും. ആ സമയത്തും പ്രകൃതിയിൽ നിന്ന് ഇതുപോലൊരു എനർജി, ആ പ്രകൃതിയിൽ ഉണരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എനർജി, ആ ഒരു തണുപ്പ്, ആ ഒരു കൂളിങ്, ആ ഒരു അന്തരീക്ഷം ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ആ ഒരു ഉണർവുണ്ടാകും. അപ്പോൾ വെളുപ്പിനെ നമുക്ക് ആ പ്രകൃതിയിൽ നിന്ന് ആ ഒരു ഉണർവ് നമ്മളുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ത്വക്കിലേക്ക്, നമ്മുടെ ബോധത്തിലേക്ക്, നമ്മളെ ശരീരം മുഴുവൻ അബ്സോർവ് ചെയ്യുമ്പം ആ ഒരു ഊർജം, ആ രാവിലെ 4 മണിക്ക് 5 മണിക്ക് ഇടയിലുള്ള ആ ഒരു ഉണർവിൻ്റെ ഊർജം, ആ പ്രകൃതിയുടെ ഊർജം, അത് അബ്സോർവ്, അത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ശരീരം സ്വീകരിക്കുമ്പം നമുക്ക് ബുദ്ധിക്ക് ഉണർവ്, ആ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഒക്കെ ബലം കാണും. അതുകൊണ്ട് 4 മണിക്കോ 5 മണിക്കോ ഇടയിലെങ്കിലും മക്കളെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, പ്രാണായാമം, മെഡിറ്റേഷൻ ശീലിപ്പിക്കണം.
അതെന്തിനാ പ്രാണായാമം മെഡിറ്റേഷൻ ശീലിപ്പിക്കുന്നത്? ഈ പ്രാണായാമം മെഡിറ്റേഷൻ ആർക്കും ചെയ്യാം. അത് ഒരു മതവിഭാഗത്തിൻ്റെ ഒന്നുമല്ല, അത് ആർക്കും ചെയ്യാം പ്രാണായാമം മെഡിറ്റേഷൻ. എന്തിനാണ് പ്രാണായാമം മെഡിറ്റേഷൻ ചെയ്യുന്നത്? അതെല്ലാവരും ശീലിക്കണം. അപ്പം നമ്മൾ പ്രാണായാമത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പക്ഷേ ശരിക്കും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പ്രാണായാമം ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. ശരിയായി പ്രാണായാമം ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. പറയാൻ മനസ്സിലായി? അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കണമെന്നില്ല. ശരിയായി മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ട് ജീവിതം മാറും. അല്ലാതെ ചെയ്താൽ വെറുതെ സമയം കളയാന്നുള്ളേ ഉള്ളൂ. ശരിയായ എനിക്ക് പലതിൽ നിന്ന് കിട്ടിയ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രാണായാമം എന്ന് വെച്ചാൽ പ്രാണനെ ആയാമം ചെയ്യുക എന്നാണ് അർത്ഥം. ഈ പ്രാണൻ എന്നാന്ന് പോലും അറിയാതെ ചിലരൊക്കെ പ്രാണായാമത്തെക്കുറിച്ച് പറയുന്നത്. പ്രാണൻ എന്താണ്? നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ആഹാരം കഴിക്കുന്നു. ആഹാരത്തിൽ നിന്ന് നമ്മൾ എന്താ സ്വീകരിക്കുന്നത്? ഊർജം. ബാക്കി നമ്മൾ ശരീരം പുറന്തള്ളുന്നു. വെള്ളം കുടിക്കുന്നു. അതിൽ നിന്ന് എന്താ സ്വീകരിക്കുന്നത്? ഊർജം. ബാക്കി ശരീരം പുറന്തള്ളുന്നു. അതുപോലെ നമ്മൾ ശ്വസിക്കുന്നു. ആ വായുവിൽ, ആ ശ്വാസത്തിൽ നിന്ന് ഒരു ജീവശക്തിയുണ്ട്. അതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ വായു മുഴുവൻ പ്രാണനല്ല, അതിൽ കുറച്ചു പ്രാണൻ ഉണ്ടാകും. ആ ജീവശക്തി ശരീരം സ്വീകരിച്ചിട്ട് ബാക്കി ആ വായു പുറം തള്ളിക്കളയുക ഉച്ഛ്വാസവായുവിലൂടെ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ആ പ്രാണനെ ശരീരം സ്വീകരിച്ചിട്ട് ബാക്കി വായു ബാക്കി ശരീരത്തിന് ആവശ്യമില്ല, പുറം തള്ളുക. അതാണ് ശ്വാസവും ഉച്ഛ്വാസവും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി നമ്മൾ ഓരോ പ്രാണായാമം ചെയ്യുമ്പോഴും വളരെ സാവധാനം ഈ ശ്വാസത്തിനുള്ളിൽ പ്രാണനുണ്ട്, ജീവശക്തിയുണ്ട് എന്ന സങ്കല്പത്തോടു കൂടി, സങ്കല്പത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സങ്കല്പം കൂടി ഉണ്ടാകുമ്പോഴാണ് ചെയ്യുന്ന പ്രവൃത്തി ഫലമുണ്ടാകുന്നത്. ആ ഒരു സങ്കല്പത്തോടു കൂടി ശ്വാസം പതുക്കെ എടുത്ത് ആ ശ്വാസത്തെ ഒരു അല്പസമയം ഹോൾഡ് ചെയ്ത്, അപ്പോൾ ആ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിലേക്ക് ലയിക്കുന്നുവെന്ന് സങ്കല്പിച്ച് നമ്മൾ ആ ബാക്കി വരുന്ന ശ്വാസത്തെ ദീർഘമായിട്ട് പതുക്കെ പുറത്തേക്ക് വിടുന്നു. അപ്പം നീട്ടിയെടുക്കുന്നതിനേക്കാൾ പതുക്കെ ആയിരിക്കണം പുറത്ത് വിടുന്നത്. അപ്പോൾ ഇതിനൊക്കെ ചില കണക്കും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഗുരുവിൻ്റെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ സാമാന്യം ചില അറിവുകൾ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം ഇതെടുക്കാനും പിടിക്കാനും ഒക്കെ കണക്ക് ചെയ്താൽ നല്ലതാണ്. അത് ഗുരുവിൻ്റെ നിന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പം സാമാന്യമായിട്ട് പറയുന്നതാണ്, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പം ഈ പ്രാണായാമത്തിലൂടെയുള്ള ഗുണം എന്താണ്? മനസ്സിന് പക്വത ഉണ്ടാകും. മനസ്സിന് പക്വത ഉണ്ടായുള്ള ഗുണം എന്താണ്? ഇപ്പോൾ പ്രാണായാമം ചെയ്യുന്ന വ്യക്തി ഒരു ഡോക്ടറാണെന്ന് വിചാരിച്ചു. അയാൾ അടുത്ത് ചെല്ലുന്ന പേഷ്യൻറ്റിനോട് അയാൾ നല്ല രീതിയിൽ ഇടപെട്ട് കഴിയുമ്പോൾ തന്നെ പകുതി അസുഖം ഡോക്ടറെ കാണുമ്പോൾ തന്നെ മാറും. കാരണം അയാൾ നല്ല രീതിയിലായിരിക്കും ഇടപെടുന്നത്. കാരണം അയാളുടെ മനസ്സിന് നല്ല പക്വത ആ പ്രാണായാമത്തിലൂടെ കിട്ടിയ ഒരു ചൈതന്യവർദ്ധനവേ. അപ്പോൾ അതൊക്കെ അയാളുടെ തൊഴിലിൽ പ്രതിഫലിക്കും. ഇനി നല്ല രീതിയിൽ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ഈ ഷെയർ ട്രേഡിങ് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിന് നല്ല പക്വതയോടുകൂടി ചെയ്യാൻ പറ്റും. ഇനി ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിൽ നല്ല രീതിയിൽ വിജയങ്ങൾ കൈവരിക്കാൻ പറ്റും. അപ്പോൾ എടുത്തുചാട്ടം ഉണ്ടാകത്തില്ല, ആങ്ഷൈറ്റി ഉണ്ടാകത്തില്ല, പെട്ടെന്ന് ദുഃഖം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി നിൽക്കും. മനസ്സിനൊരു ശാന്തി ഉണ്ടായി കഴിയുമ്പോൾ ശരിയായ പ്രാണായാമം ചെയ്താൽ മനസ്സിന് വളരെ ശാന്തി അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശരിയായ പ്രാണായാമം ചെയ്യുന്നവർ അവർ എന്തുണ്ടെങ്കിലും വളരെ പക്വതയോടുകൂടി പെരുമാറും. ഏത് കാര്യങ്ങളിലും അവർക്ക് വിജയിക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഈ പ്രാണായാമം കുട്ടികളെ ശീലിപ്പിക്കണം. അത് കുട്ടികളെ എന്നല്ല വലിയ പ്രായമുള്ളവരും ഒക്കെ ചെയ്യാം. നല്ല രീതിയിലുള്ള ശരിയായിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാൻ പ്രാണായാമത്തിലൂടെ. അപ്പോൾ പ്രാണായാമത്തെ ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യുക. ഇനിയും മൂന്നാമത്തെ കാര്യം, വൈകുന്നപാട് ഒരു 6 മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കുക. 6 മണിക്ക് ഭക്ഷണം കഴിക്കുക. അത് പറ്റുന്നവർ ചെയ്യുക, എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് പറയുന്ന കാര്യങ്ങളെല്ലാം പറ്റുന്നവർ ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർ ചെയ്യുക, ഇല്ലാത്തവർക്ക് തള്ളിക്കളയുക. എൻ്റെ ചില അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞു. ഇപ്പം പ്രായമുള്ളവരാണേലും വൈകിട്ട് 6 മണിക്കൊന്ന് ഭക്ഷണം കഴിച്ചു നോക്കുക. പിന്നെ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ഭക്ഷണം കഴിച്ചു നോക്കുക. ശരീരത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വൈകിട്ടൊന്നും ആഹാരം ഒഴിവാക്കുക. അതായത് വൈകുന്നേരം 6 മണിക്ക് കഴിക്കുന്നു, വൈകിട്ട് കഴിക്കുന്നില്ല, പിറ്റേ ദിവസം 9 മണിക്ക് കഴിക്കുന്നു, പിന്നെ ഉച്ചയ്ക്കിലേക്ക് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ശരീരത്തിന് തന്നെ ഒരു ഉണർവും ഉന്മേഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. പിന്നെ മരുന്നൊന്നും കഴിക്കുന്നവർ ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം അവർ
അവരുടെ ആഹാരം കഴിച്ചിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. അവരൊന്നും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ താല്പര്യമുള്ളവർക്കും ചെയ്ത് നോക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചെയ്യുവാനോ ചെയ്യാതിരിക്കാനോ ഞാൻ പറയുന്നില്ല. എൻ്റെ ചില അഭിപ്രായങ്ങളും അനുഭവങ്ങളും പറയുന്നത്. ഇങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഈ ഭക്ഷണ രീതിയിൽ തന്നെ വലിയ കാര്യമുണ്ട്. അതുപോലെ നിങ്ങളുടെ ഭക്ഷണം കൂടുതൽ പച്ചക്കറി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയ പച്ചക്കറി നിങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു നോക്കി. ഇറച്ചി കഴിക്കുന്നതും പച്ചക്കറി കഴിക്കുന്നതുമായിട്ട് നിങ്ങൾ ഓരോ മാസം നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം നിരീക്ഷിച്ച് നോക്കി. നല്ല മാറ്റം വരും ജീവിതത്തിൽ. കാരണം ഭക്ഷണമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇനി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈശ്വര ചിന്തയോടുകൂടി ഒന്ന് ഭക്ഷണം കഴിച്ചു നോക്കി. നിങ്ങളുടെ വരുന്ന മാറ്റങ്ങൾ സ്വയം അനുഭവിച്ചറിയാം. ഇതിനകത്തൊക്കെ കാര്യമുള്ള കാര്യങ്ങളാണ്. അത് ജീവിതത്തിൽ വലിയ ഗുണം തരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു നോക്കി. അതുപോലെ നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണക്രമത്തിൽ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ കുറച്ച് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശീലിച്ചു നോക്കിയാൽ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം കേട്ടോ. ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യും. അതുപോലെ തന്നെ രാവിലെ നടക്കുമ്പോൾ കാലുകൾ നീട്ടി വെച്ചൊന്ന് നടന്നു നോക്കിയേ. നമ്മുടെ ബ്രെയിൻ വളരെ ആക്റ്റീവ് ആകും, വളരെ ഇൻ്റലിജൻസ് കൂടും. ഇതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മളൊരു പ്രപഞ്ചത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ. ആ നിലയിൽ പറഞ്ഞു തരുന്നതാണ്. അത് നമുക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനിയും ഞാൻ ചില വീടുകൾ നമ്മൾ നിരീക്ഷിച്ച് നോക്കി. നമ്മൾ റോഡ് സൈഡിലൊക്കെ നിങ്ങൾ യാത്ര പോവുകയാണെന്ന് നോക്കണം. ചില വീടുകൾ നോക്കണം. ആ വീടുകളിൽ കാട് കയറി ആളുകളൊന്നും ഇട്ടേച്ച് പോയ ചില വീടുകൾ കാണും. അവയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് പൊക്കം വളരെ കുറവായിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? അതായത് ഈ വീടുകൾ ഇപ്പം വെക്കുന്ന വീടുകളൊക്കെ സാമാന്യം ഒരു പൊക്കത്തിൽ തന്നെയാണ്. പൊക്കത്തിൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉയരം, അതായത് കൂടുതൽ അല്പം ഒരു ഉയരത്തിലാണ് ഇപ്പം മിക്കവാറും കെട്ടിടങ്ങളും വീടുകളും. ആ മുറികളൊക്കെ അല്പം ഒരു ഉയരത്തിലാണ് ക്രമീകരിക്കുന്നത്. പണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉയരം കുറവാണ്. അപ്പം ഈ വീടിൻ്റെ ഈ മുറികളുടെ ഉയരം, മുകളിലോട്ടുള്ള ഉയരം കൂടുന്തോറും കൂടുതൽ വായു ഉള്ളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ കൂടുതൽ ഓക്സിജൻ കിട്ടും. അപ്പം നല്ല രീതിയിൽ കൂടുതൽ ശ്വസനം നടക്കും. അപ്പം നല്ല ബുദ്ധി തെളിയും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് നല്ല ഉണർവും അവരുടെ പ്രവൃത്തികളിൽ വിജയവും ഉണ്ടാകും. എന്നാൽ വളരെ താഴ്ന്ന പൊക്കമുള്ള വീടുകളാണെങ്കിൽ വളരെ കുറച്ച് അത്രയും വായു അകത്തേക്ക് വരുന്നില്ല. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ആ ഓക്സിജൻ്റെ കിട്ടുന്നില്ല. അപ്പം അവരുടെ ചിന്തകളെ, അവരുടെ ആക്ടിവിറ്റീസിനെ എല്ലാം അത് ബാധിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ, പ്രവൃത്തികളിലൊക്കെ, തൊഴിലിലൊക്കെ പരാജയം ഉണ്ടാകും. കാരണം നമ്മുടെ മനസ്സ് നേരെ ഇന്നലെ എല്ലാം പോയി. അങ്ങനെ ആയിക്കഴിയുമ്പോൾ അതൊക്കെ ഇട്ടേച്ച് പോവുക. അങ്ങനെ ഒരുപാട് വീടുകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു, റോഡ് സൈഡിൽ ഉയരം കുറഞ്ഞ വീടുകളാണ് കൂടുതലും. അപ്പോൾ ഇതിനകത്തൊക്കെ കാര്യമുണ്ട്, എല്ലാത്തിലും കാര്യമുണ്ട്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ മാത്രമല്ല കാര്യമായിട്ടുള്ളത്, എല്ലാത്തിലും കാര്യമുണ്ട്. ഓരോന്നും അത് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ അതിൻ്റെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രയോജനമായിട്ട് മാറ്റാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എപ്പോഴും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ചിലർക്ക് ചിലപ്പം പാട്ട് പാടാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ ആ രീതി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ചിലർക്ക് ഡാൻസിനോടായിരിക്കും താല്പര്യം. ആ രീതി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന അറിയാനുള്ള ആഗ്രഹമാണ്. അറിയാനുള്ള ആഗ്രഹം മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. പുതിയ അറിവുകളാണ് പുതിയ അനുഭവങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പുതിയ അനുഭവങ്ങളെയാണ്. പുതിയ അനുഭവങ്ങൾ വേണം, പുതിയ അറിവുകൾ വേണം. അപ്പം ചിലർക്ക് യാത്രകളായിരിക്കും ഇഷ്ടം. പുതിയ യാത്രകൾ ചെയ്യുക. ചിലർക്ക് ചരിത്രപരമായ കാര്യങ്ങൾ പഠിക്കാനായിരിക്കും ഇഷ്ടം. അതും അറിയാനുള്ളൊരാഗ്രഹമാണ്. ഒരു സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രം, ചരിത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. ചിലർക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാനായിരിക്കും ഇഷ്ടം, പുതിയ അറിവുകൾ തരുന്നത്. അപ്പോൾ അതും ഒരു പുതിയ അനുഭവമാണ്. ഇങ്ങനെ നമ്മൾ ദിവസവും പുതിയ അനുഭവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ പുതിയ ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ ശ്രമിക്കുക. ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും. അതായത് പുത്തൻ അനുഭവങ്ങളാണ് ജീവിതം മാറ്റുന്നത്. നല്ല യാത്രകൾ പോവുക, ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ കാര്യമുണ്ട്. അല്ലാതെ നമ്മൾ കഴിക്കുന്നതിലും ഉറങ്ങുന്നതിലും ജീവിക്കുന്നതിലും പണം ഉണ്ടാക്കുന്നതിലും മാത്രമല്ല. അത് യാന്ത്രികമായ ജീവിതമാണ്. ജീവിതം എന്താണോ ആ ജീവിതത്തിലെ ലൈഫ് ഫോഴ്സിനെ, ആ ജീവിതത്തിലെ ആ ഒരു ശരിയായിട്ട് അനുഭവിക്കണമെങ്കിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ അറിഞ്ഞു പോകുമ്പോഴാണ് ജീവിതം മാറുന്നത്. ഒരു വ്യക്തി മോശക്കാരനായിട്ട് വരുന്നുണ്ടെങ്കിൽ അയാൾ ജനിച്ച കുടുംബം
അയാളുടെ സാഹചര്യം, അയാൾക്ക് കിട്ടിയ അറിവുകൾ, അയാൾ കണ്ട ജീവിതങ്ങൾ, ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെയും ഒക്കെ നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ സമൂഹത്തിനും രാജ്യത്തിനും കുടുംബത്തിനും ഒക്കെ നല്ലൊരു ആശ്രയവും അവരെ കൊണ്ട് പ്രയോജനവും ഉണ്ടാകും. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം ഭൂഗുരുത്വാകർഷണ ബലം ഇത് നമ്മൾ കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇത് എന്നാന്ന് മനസ്സിലാക്കിയല്ലേ പഠിക്കുന്നത്. അപ്പം എനിക്ക് ഫിസിക്സ് വളരെ ഇഷ്ടമുള്ളൊരു വിഷയമായിരുന്നു. പക്ഷേ നമ്മൾക്കത് കാണാൻ പഠിക്കുക എന്നുള്ളൂ, അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അല്ല പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഈ സമയത്തും ഞാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫിസിക്സ് പുസ്തകങ്ങൾ ഞാൻ വരുത്തും. അത് എനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അതിനെപ്പറ്റി അറിയുമ്പം മനസ്സിൽ പുതിയ പുതിയ അറിവുകളാണ്, അതൊരു സന്തോഷമാണ്. അപ്പോൾ ഈ ഭൂഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് ഈയിടെ ഞാൻ യാക്കോവ് പെരേൽമാൻ എന്ന റഷ്യൻ സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഫിസിക്സിൻ്റെ പുസ്തകം വാങ്ങി. അതിനകത്ത് ഭൂഗുരുത്വാകർഷണ ബലം എങ്ങനെയാണെന്ന് നമുക്ക് പരീക്ഷണം ചെയ്ത് സ്വയം മനസ്സിലാക്കാം. അത് ഞാൻ ചെയ്തു. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഭൂഗുരുത്വാകർഷണ ബലം എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ശരിക്കും എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസം, അങ്ങനെയൊക്കെയുള്ളതാണ് ആ കുട്ടികൾ വളരെ ക്രിയേറ്റീവായിട്ട് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഇപ്പോഴത്തെ നമ്മളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പല കാര്യങ്ങളും പഠിപ്പിച്ച് ഉണ്ടായ നമ്മളാണ്. ആ നമ്മളല്ല ശരിക്കും വേണ്ടത്. നമ്മൾ സ്വയം പല കാര്യങ്ങളും പഠിച്ച ഒരു നമ്മളായിത്തീരണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റുള്ളവർ പല കാര്യങ്ങളും പറഞ്ഞു തന്ന് മനസ്സിലാക്കി പഠിപ്പിച്ചെടുത്ത് ഒരു നമ്മളായിട്ട് ജീവിതം ജീവിച്ച് തീർക്കരുത്. സ്വയം നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ, നമ്മൾ കണ്ടെത്തിയ അറിവുകൾ, നമ്മൾ കണ്ടെത്തിയ സത്യങ്ങൾ, നമ്മൾ കണ്ടെത്തിയ അനുഭവങ്ങൾ, അങ്ങനെ നമ്മൾ സ്വയം പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അനുഭവിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദാറ്റ്സ് ഓൾ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.